മുനമ്പം വിഷയം നമുക്ക് ഇവിടെ പരിഹരിക്കാൻ പറ്റാവുന്ന വിഷയമാണ്. സംസ്ഥാന സർക്കാരും സംസ്ഥാന വഖഫ് ബോർഡും തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. കാരണം അത് വഖഫ് ഭൂമിയല്ല എന്നാണ് ഞങ്ങൾ ആദ്യം തന്നെ ഒരു നിലപാടെടുത്തു. കാരണം അത് ദാനമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അവർ ഫറൂഖ് കോളേജ് അതിൻ്റെ അകത്തും പണം മേടിച്ചിട്ടുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ട്. കണ്ടീഷണലായിട്ടുള്ളൊരു വഖഫാണ്. വഖഫ് കണ്ടീഷണലാകാൻ പറ്റില്ല. അപ്പോൾ അത് സംസ്ഥാനത്ത് തീരുമാനമെടുക്കാൻ പറ്റാവുന്ന ഒരു തീരുമാനമാണ്. ഈ ബില്ല് പാസ്സായി എന്ന് കരുതി മുനമ്പത്തെ വിഷയം പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ കൂട്ടിയിണക്കി രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാനാണ് കുറേ ആളുകൾ ശ്രമിക്കുന്നത്. അതിന് സംസ്ഥാന സർക്കാർ കുടപിടിച്ചു കൊടുക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിനോടുള്ള പ്രശ്നം. സംഘപരിവാറിന്റെ അജണ്ട രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ, രണ്ട് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ്. ഇപ്പോൾ പാണക്കാട് തങ്ങളുടെ ഉള്ള ആളുകൾ മലപ്പുറത്തുനിന്ന് എറണാകുളത്ത് വന്ന് ലത്തീൻ ആസ്ഥാനത്ത്, രൂപത ആസ്ഥാനത്ത് വന്ന് അവരെ സന്ദർശിച്ച് അവരെ ഒരു കാരണവശാലും അവിടെ നിന്ന് കുടിയിറക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച ആളുകളാണ്. ഞങ്ങളുടെ നിലപാട് അത് തന്നെ, ഒരു സംശയ കാര്യത്തിലില്ല. ദേശീയ തലത്തിൽ വഖഫ് ബില്ലിനെതിരായി എടുത്തിരിക്കുന്ന നിലപാട് നേരത്തെ തന്നെ കോൺഗ്രസ് എടുത്ത നിലപാടാണ്. അതനുസരിച്ചുള്ള വിപ്പാണ് കോൺഗ്രസ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർക്ക് അടക്കം കൊടുത്തിരിക്കുന്നത്. അവരെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്.